ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതൊക്കെ ജെനുവിനാന്ന് പറയാൻ ജെനുവിനാണ്. നമ്മൾ ഡയറക്റ്റ് പാർട്ടിയുടെ വീട്ടിൽ നിർത്താം. തൊട്ടടുത്താണ് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുകയും ചെയ്യാം. 90,000 രൂപ ഇതിന് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, AC ചെയ്തിട്ടുണ്ട്, പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്, അലവിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഈ ഗൾഫിലുള്ളവർക്ക് അത് ഭയങ്കര താല്പര്യമാണ്. ഫൈനൽ റേറ്റ് പറയുന്നത്. ഫൈനൽ റേറ്റ് പറഞ്ഞാൽ പിന്നെ ഫൈനലാണ്. അങ്ങനെ ഒരുപാട് വണ്ടികൾ നമുക്ക് വിൽക്കുന്നുണ്ട് കേട്ടോ. ഫൈനൽ റേറ്റ് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്തൊക്കെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 220 കൊടുക്കാം. 220 വില നമുക്ക് 265 കൊടുക്കാം. 265. ഇന്നിപ്പോ കുറച്ച് മുമ്പ് ആരോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2.5 ലക്ഷം റുപ്യനുള്ളിലുള്ള വണ്ടി ഉണ്ടോന്ന് ചോദിച്ചു. ഓട്ടോമാറ്റിക് ഉണ്ടോന്ന് ചോദിച്ചു. 165 ഏകദേശം ഫുൾ ഓണൊക്കെ കയറുമോ? ഏകദേശം കിട്ടും അല്ലേ? ഓക്കെ. എന്തായാലും മഴക്കാലത്ത് ശരിക്കും ഒരു ബൈക്ക് എടുക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ബൈക്ക് എടുക്കണ്ട കേട്ടോ. ഞാൻ ഈ റോഡ് മാസ്റ്റർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ ഒരു ഷോറൂമിൽ ഒരുപാടധികം വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് മുതൽ ഇന്ന് വരെ ഒരാൾ പോലും കാര്യമായ ഒരു കംപ്ലൈൻറ്റും എന്നോട് പറയാതെ തന്നെ വിളിച്ചിട്ട് ഇവർ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി അല്ലെങ്കിൽ വണ്ടി മോശമായിരുന്നു എന്നൊന്നും ഒരു കംപ്ലൈൻറ്റ് പോലും പറയാത്തൊരു ഷോറൂമിലാണ് നമ്മളുള്ളത്. അതായത് ഗുരുവായൂർ മമ്മിയൂർ LF കോളേജിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിലാട്ടോ. ഇവിടുത്തെ 2 എപ്പിസോഡ് വരും. 2 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിൽ കുറച്ച് വലിയ വണ്ടികൾ കാണിച്ചു തരാം, കുറച്ച് ബഡ്ജറ്റ് കയറിയ വണ്ടികൾ. ആദ്യത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റിലുള്ള കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ വണ്ടികളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. സെൻക വീട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറച്ച് ചെറിയ പൈസ ചെറിയ വണ്ടികൾ അല്ലേ? ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും പറയണ്ട അല്ലേ? 100% കൊടുക്കുകയും ചെയ്യും അല്ലേ? അത് ചെറിയ റീപ്ലേസ് ഒക്കെ ഉണ്ടായി തന്നെ ഉണ്ടാവുള്ളൂ. മേജർ സംഭവങ്ങളൊന്നും ഉറപ്പല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോ, അതുപോലെ തന്നെ ഷെയർ ചെയ്തോ. നല്ല വണ്ടി നോക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കോട്ടെ. കൂടുതൽ പറയുന്നില്ല, ആദ്യത്തെ വണ്ടി തന്നെ ഒരു ഷോറൂം കണ്ടീഷനിലുള്ള മാരുതി തുടങ്ങാം അല്ലേ? ഇപ്പൊ നിലവിൽ ഈ ഒരു വണ്ടി കണ്ടാല് ശരിക്കും ഷോറൂമിനുള്ളിൽ നിങ്ങൾ ഇറക്കിയ പോലെ തന്നെ ഉണ്ടല്ലേ? ഡ്യുവൽ ടോൺ ഒക്കെ ആക്കിയിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. മാരുതിയാണ്. ഏതാ മോഡല്? 2008 മോഡല്. 8ആണല്ലേ? 3 വർഷത്തെ പേപ്പർ ഉണ്ട്. 2028 വരെ പേപ്പർ ഉണ്ട്. 28 വരെ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതൊക്കെ ജെനുവിനാന്ന് പറയാൻ ജെനുവിനാണ്. നമ്മൾ ഡയറക്റ്റ് പാർട്ടിയുടെ വീട്ടിൽ നിർത്താം. തൊട്ടടുത്താണ് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുകയും ചെയ്യാം. ജെനുവൻ കിലോമീറ്റർ. ഇതിന്റെ കമ്പനി ഇറങ്ങുന്ന 2 ടയർ ബാക്കി കിടക്കുന്നുണ്ട്. ഇത് 2 ഇവിടെ വന്നിട്ട് മാറിയതാണ്. 90,000 രൂപ ഇതിന് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, AC ചെയ്തിട്ടുണ്ട്, പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്, അലവിൽ ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരും മാരുതി എടുക്കുമ്പോൾ എല്ലാവരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ വിട്ട് വളക്കണ ഒരു കേസായിരുന്നു. അതെന്തായാലും പേടിക്കണ്ട. പവർ സ്റ്റിയറിംഗ് നിലവിലുള്ള വണ്ടിയാണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ എൻജിൻ പരമായിട്ട് വണ്ടി പക്കയാന്ന് ഒരു വണ്ടി ഞാൻ ഇവിടുത്തെ പറയില്ല. അത് കാരണം എനിക്ക് പറയാൻ പറ്റില്ല. ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ക്ലീൻ ആണ് ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ വണ്ടിക്ക് ഞാൻ സെപ്പറേറ്റ് റീപ്ലേസ്മെന്റ് ചോദിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. വെറും 20,000 കിലോമീറ്റർ ഓടിയ മാരുതി വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചോ. ഇത് നമുക്ക് എന്ത് വില വരും? ഇത് 130 കൊടുക്കാം. 130. കുറച്ച് വില കൂടുതലാണ്. എന്തായാലും 90,000 രൂപ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതെ ഞാൻ പറഞ്ഞ കുറച്ച് വില കൂടുതലാണ്. 130 മോഡലിന് അപേക്ഷ കൂടുതലാണ്. പക്ഷെ വണ്ടിയുടെ ക്വാളിറ്റി അപേക്ഷ 130 കൊടുത്താലും നഷ്ടമില്ല. ഓക്കെ. എന്തായാലും കോൺടാക്ട് ചെയ്തോ. ഹുസൈൻ ഖാൻ്റെ അടുത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. വിളിച്ചാൽ മതി. വാട്സാപ്പിലൊക്കെ അയച്ചു തരും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ അൾട്ടോ കാണിച്ചു കൊടുത്താലോ? അൾട്ടോ ഏതാ മോഡല്? 2015 മോഡല്. 15 ഓക്കെ. 2015 എത്ര ഈ ഓട്ടോ 90,000 കിലോമീറ്റർ ഓട്ടോ. 90 അല്ലേ? വലിയ ഓട്ടം എന്ന് പറയാനില്ല, പക്ഷെ കുറവാണെന്നും പറയാൻ പറ്റൂല. കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഉണ്ട് അല്ലേ? മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല. 90,000 ഓടിയ പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ ആയതുകൊണ്ട് പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സമാധാനം ഉണ്ട്. സർവീസ് ഒക്കെ ഉണ്ടാവൂലേ? സർവീസ് ഒക്കെ കുറേയൊക്കെ സർവീസ് ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്ക് 225 കൊടുക്കാം. 15 വണ്ടി 225 കൊടുക്കാം. 15, 16 2 ലക്ഷം വരെ ലോണും കിട്ടാൻ സാധ്യതയുണ്ട്. ഏകദേശം യോണിനും കൊടുക്കണ്ടേ? അല്ലേ? ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് നല്ല അടിപൊളി അൾട്ടോ എടുത്തുകൊണ്ട് പോകാം. അൾട്ടോ 800 ആണ്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഓവറോൾ നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ്മെന്റ് ഇല്ല. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ. അപ്പോൾ മാക്സിമം ഫുൾ ഓൺ തന്നെ കിട്ടേണ്ടതാണല്ലേ? 2 ലക്ഷം എന്തായാലും കിട്ടും. ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന പ്രൈസുകളിൽ എന്തെങ്കിലും നെഗോഷിയേഷൻ? ഒരു ഉറപ്പ് ഇനി അത് കുറയൂല. അത് ചോദിക്കേണ്ട ആരും. ഇപ്പൊ എന്തായാലും ഈ ഗൾഫിലുള്ളവർക്ക് അത് ഭയങ്കര താല്പര്യമാണ്. ഫൈനൽ റേറ്റ് പറയുന്നത്. ഫൈനലാണ്. ഒരുപാട് വണ്ടികൾ നമുക്ക് വിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് വണ്ടി പോലും കാണാണ്ട് അല്ലേ? 3-4 വണ്ടി ഇപ്പൊ വീട്ടിൽ കിടക്കുന്നുണ്ട്. വണ്ടി കണ്ടിട്ടില്ല, കസ്റ്റമർ കണ്ടിട്ടില്ല. ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 225 അൾട്ടോ. ഇനി എക്സ്പ്രസോ, വല്ലാത്തൊരു വണ്ടിയും വല്ലാത്തൊരു കളറും. 2019-20 രജിസ്ട്രേഷൻ. 19-20 എക്സാക്ട് പറഞ്ഞാല് 13/3/2020 ഡെലിവറി വരുന്നത്.
ഇത് കളർ ചെയ്താണോ വണ്ടി? അല്ല ഇത് കമ്പനി ഇറങ്ങുന്നത്. ഈ റൂഫ് ഒക്കെ ബ്ലാക്ക് തന്നെയാ? ബ്ലാക്ക് ചെയ്തില്ല, ബ്ലാക്ക് ചെയ്താണ്. ഓക്കെ, എന്തായാലും അത് നിങ്ങൾ നോക്കിക്കോട്ടെ. കളർ വണ്ടി സെയിം കളർ തന്നെയാണ്. 20 എത്ര ഓടിയിട്ടുണ്ട്? 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അതെ, ഹിസ്റ്ററിയൊക്കെ കൊടുക്കാം. കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്കൊരു 385 കൊടുക്കാം. 385. 20 മോഡൽ വണ്ടിയാന്ന് അറിയണം. VXI അല്ലേ? VXI പ്ലസ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. ഓപ്ഷൻ തന്നെ. അതെ, അലോയ് വീൽസ് കാര്യങ്ങളൊന്നും കമ്പനി വരൂല്ല, ഇതിൽ ചെയ്തിട്ടുമില്ല. ഇല്ലാത്തതുകൊണ്ട് ഇല്ലാന്ന് തന്നെ പറയാം. പിന്നെ വേറെ ഒരു പ്രശ്നമില്ല. ഏകദേശം ഫുൾ ഓൺ കിട്ടാൻ സാധ്യതയുള്ളതാണ്. 385 അല്ലേ? പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിയൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വണ്ടിയാട്ടോ. കംപ്ലൈൻസ് ഒന്നും ഇല്ല. ഇത് 1000cc അല്ലേ വരിക? അതെ. അത്യാവശ്യം മോശമില്ലാത്ത പവർ ഉണ്ടാവും. ഓക്കെ, എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടോ. 385 ഫുൾ ഓണിൽ എടുക്കാം. ഇനി ഐട്ടൺ ആണെങ്കിലോ? ഐട്ടൺ 2013 വണ്ടി. 13 ആണ്. ഓക്കെ, 2013 പെട്രോൾ ആണ്. എത്ര ഓടിയിട്ടുണ്ടാവും? 75 ഓട്ടം. 75. അതൊക്കെ ഏകദേശം എന്താ പറയുക, വലിയ ഓട്ടം ഒന്നും പറയാനില്ല അല്ലേ? ഇതിനപേക്ഷിച്ച് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അത് ആ സീറ്റ് കവർ ശരിക്കും പണ്ടത്തെ സീറ്റ് കവർ ആണ്. ഇതായിപ്പോ കാണാനില്ല. ഞാൻ കുറെ അന്വേഷിച്ചു നമ്മുടെ വണ്ടിക്കൊക്കെ വേണ്ടിയിട്ട്. കാരണം ഇത് ചൂടാവില്ല. സംഭവം എന്താ പറയാ, തുണിയാണോന്ന് വെച്ചാൽ തുണിയാണ്, റെക്സിനാണോ വെച്ചാൽ റെക്സിനാണ്. പിന്നെ ഇത് സ്പോർട്സാ? ഇത് എറ ബേസ് ആണ്. അതിൽ പവർ വിൻഡോ 4 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല കമ്പനി വരുന്നുണ്ട്. ഓക്കെ, എറയില് പവർ വിൻഡോസ് വരും. 2 ഡോർ. അതെ. ഇത് നമുക്ക് എന്തൊക്കെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് 220 കൊടുക്കാം. 2013 വണ്ടി കേട്ടോ. അതും പെട്രോൾ ആണ്. കംപ്ലൈന്റ് വളരെ 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 കുറവായിരിക്കും. ഒന്ന് നോക്കിക്കോളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ. ഇനി ഇതിൽ നമുക്ക് ലോൺ കയറുമോ? അതിന് 1.75 ലോൺ കിട്ടും അല്ലേ? നല്ല പ്രൊഫൈലൊക്കെ ഉണ്ട്. 2 രൂപ കൊടുക്കാൻ പറ്റുമോ? 1.75 എന്തായാലും കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഇനി ഇതാണ് നാനോ. 2015 നാനോ ന്യൂ ഷേപ്പ്. ഡിക്കൊക്കെ തുറക്കാൻ പറ്റണ ട്വിസ്റ്റ് ആണ്. അതെ, ഓക്കെ, ഡിക്കി തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്പനി പവർ വിൻഡോ ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോ ഉണ്ടോ? 2 ഡോറേ ഉള്ളൂ കേട്ടോ. കമ്പനി വന്ന സീറ്റൊക്കെയാണ് നല്ല വൃത്തിയുണ്ട്. എത്ര ഓട്ടൊക്കെ? ഇത് ഓട്ടം 59 അല്ലേ? 59,000 കിലോമീറ്റർ ഓട്ടം. 13 മോഡല്, 15 മോഡൽ. ഓക്കെ, KL 13 രജിസ്ട്രേഷൻ ആണ് കേട്ടോ. 59,000 കിലോമീറ്റർ ഓടിയ ടാറ്റ XT പെട്രോൾ നാനോ. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ബോഡി വൈസ് കുഴപ്പമൊന്നുമില്ല. ഇത് പൊട്ടിയതല്ല അല്ലേ? ഇത് സ്റ്റിക്കർ ഉണ്ടല്ലേ എൻ്റെ മേലെ? എൻ്റെ മേലെ ഒരു കൂളിംഗ് സ്റ്റിക്കർ, കൂളിംഗ് അല്ല, ഒരു ക്ലിയർ സ്റ്റിക്കർ ഉണ്ട്. അത് ഇളകിയതാട്ടോ. ഹെഡ്ലൈറ്റ് നാശമായതല്ല. ടയർ 4 എണ്ണം പുതിയത്. അതെ. ഓക്കെ, എന്താ പ്രൈസ്? ഇത് ലാസ്റ്റ് നമുക്ക് 1.20 കൊടുക്കാം. 1.20. 15 വണ്ടി കേട്ടോ. 1,20,000 രൂപ ഫൈനൽ പ്രൈസ് അല്ലേ? ഒന്നും കുറയാനില്ല. 35 പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ വീഡിയോക്കൊക്കെ വേണ്ടി സ്പെഷ്യൽ റേറ്റ് ആട്ടോ പറയാം. പിന്നെ ദയവേത് നിങ്ങൾ വിളിക്കുമ്പോൾ വീഡിയോ കണ്ടാണ് വിളിക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്ന് പറയണം. ചിലപ്പോൾ ഇവർ ചോദിക്കുന്നത് 35 ചോദിക്കും. വീഡിയോയിൽ അത് കഴിഞ്ഞ ദിവസം ഒരു വേറൊരു സ്ഥലത്ത് ഇതേപോലെ ഒരു വർത്താനം ഉണ്ടായതാ. ഇവര് വിളിച്ചപ്പോൾ ഷോറൂമിൽ അതെ അത് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞില്ല വീഡിയോ കണ്ടിട്ടാണ്. അതാണ് അവര് തമ്മിൽ കച്ചറയായി എന്നെ വിളിച്ച്. അപ്പോഴാണ് പറയുന്നത് വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ കണ്ടെന്ന് പറയണ്ടേ, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. 1.20 അല്ലേ? 1.20. അതുപോലെ തന്നെ ഈ ഒരു അൾട്ടോ ആണെങ്കിലൊക്കെ ഇത് 2021 വണ്ടി. 21 ന്യൂ ഷേപ്പ് വന്നാണ്. എക്സാക്ട് ഡെലിവറി ഡേറ്റ് 11-ാം മാസമാണ് എന്തായാലും. 21 11-ാം മാസമാണ്. മറ്റേ പൊളിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഓട്ടോ 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ. 30,000 സിംഗിൾ ഓണർ അല്ലേ? ഒരു അപാകതയില്ലല്ലോ, ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടിയാണോ? വണ്ടി നല്ല ബോഡിയൊക്കെ നല്ല ക്ലീൻ ആണ്. പിന്നെ എന്ത് പ്രൈസ് വരും നമുക്ക്? ഇത് 3.35 കൊടുക്കാം നമുക്ക്. 21 വണ്ടി. അത് 21 ലാസ്റ്റ് വണ്ടി 3 ലക്ഷം ലോണും കിട്ടും. VXI. അതെ. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. കൊള്ളാം അല്ലേ വണ്ടി? ന്യൂ ഷേപ്പും കൂടെ ആയതുകൊണ്ട് അല്ലേ? അതെ. എന്ത് വില? 3.35 അല്ലേ? ഫുൾ ലോൺ കൊടുക്കാം. ഏകദേശം 3 ലക്ഷം ലോൺ കിട്ടും. എന്തായാലും കിട്ടും. ഓക്കെ, 35 എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ എടുക്കാം. LXI ആണ് വണ്ടി കേട്ടോ. LXI അല്ലേ? LXI. എന്തായാലും LXI വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ഉണ്ടാവും കേട്ടോ. 3.35 21 ലാസ്റ്റ് വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിൽ കുറച്ച് പഴയതാണല്ലോ. ഇത് 2013 വണ്ടി. 13 ആണ്. പക്ഷെ ഫ്രണ്ട് 2 പുതിയ ടയർ കിടക്കുന്നുണ്ട്. ബാക്കിൽ ഒരു 60% ഉണ്ട്. അൾട്ടോ 800 തന്നെയാണ്. LXI ആണോ VXI ആണോ? LXI അല്ലേ? ഓട്ടോ 1.40 ഓടി. ഓക്കെ, അതെന്തായാലും എന്താ പറയാ, മൈലേജ് കിട്ടുന്നോണ്ട് ഓടിക്കുന്നതായിരിക്കും. അതെ. 1.40 പെട്രോൾ എഞ്ചിൻ വലിയൊരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം. ഇത് നമുക്ക് പ്രൈസ് കേൾക്കട്ടെ ഫസ്റ്റ്, എന്നിട്ട് ബാക്കി പറയാം. ഇത് നമുക്ക് 1.65 കൊടുക്കാം. 1.65 കൊടുക്കാം. അതായത് 13 ഐട്ടൺ തന്നെ അല്ല, സോറി ഇയോൺ തന്നെ കൊടുക്കണ്ടേ? 1.65 അല്ലേ? അടിപൊളി കേട്ടോ. അത് ഒട്ടും കൂടുതലാണെന്ന് ഞാൻ പറയില്ല. കാരണം 13 മോഡലും ഉണ്ട്. ഇത്ര നല്ല വണ്ടിയാണ്. പിന്നെ കിലോമീറ്ററിന്റെ ഒരു വിഷയം ഉള്ളത്, ഓട്ടം കുറച്ച് കൂടുതലാണോ അത് നമ്മൾ തന്നെ അംഗീകരിക്കുന്നു അല്ലേ? അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. 1.65
ഏകദേശം ഫുൾ ഓണൊക്കെ കയറുമോ? ഏകദേശം കിട്ടും അല്ലേ? ഓക്കെ. എന്തായാലും മഴക്കാലത്ത് ശരിക്കും ഒരു ബൈക്ക് എടുക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ബൈക്ക് എടുക്കണ്ട കേട്ടോ. 20 കിലോമീറ്റർ മൈലേജും കിട്ടും, കംപ്ലൈൻറ്റും കുറഞ്ഞ വണ്ടി അല്ലേ? 5 പേർക്ക് പോകാൻ ചെയ്യും, AC ഇട്ട് ജിൽജിലായിട്ട് പോകാം കേട്ടോ. അതുപോലെ തന്നെ ഇയോൺ മാഗ്ന പ്ലസ് ആണ്. ഇതേതാ മോഡൽ? ഇത് 2015 മോഡല്. ആകെ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 19,000 ഓടി. 15-ൽ 19,000 കേട്ടോ. സിംഗിൾ ഓണർ ആയിരിക്കും അല്ലേ? സിംഗിൾ ഓണർ മാഗ്ന പ്ലസ്. ഈ മാഗ്ന പ്ലസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഫുൾ ഓപ്ഷൻ അല്ലേ? ഇതിന്റെ സ്പോർട്സ് വരുന്നുണ്ട്, അത് കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. റയർ പീസ് ആണ് അത്, കാരണം 1000 cc വരുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ്. ബോഡി വൈസ് മുത്ത് പോലെ ഉണ്ട്, ഒരു പോറൽ പോലും ഇല്ല. എന്ത് വില വരും? ഇത് 245 കൊടുക്കാം. 245. 15 വണ്ടി, ലോ കിലോമീറ്റർ ഇയോൺ, 2,45,000 രൂപ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. ഫൈനൽ പ്രൈസ് ആണ്, ഒന്നും കുറയാനില്ല. 2-ന് മേലെ ലോൺ കയറില്ലേ? 2-ന് മേലെ ലോൺ കയറും, കൺഫേം ആണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല റെഡ് കളർ ഞാനോ കാണിച്ചു തന്നു. അതിന്റെ തന്നെ നല്ല അടിപൊളി ഒരു വയലറ്റ് അല്ലേ? ഏതൊക്കെ മോഡല്? ഇത് 2015 തന്നെയാണ്. 15 തന്നെയാണ്. ടിസ്റ്റ് തന്നെയാണ് അല്ലേ? ഇത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു ഉപകാരം തന്നെയാണ്. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. മാനുവൽ ആണ്. ഓട്ടം 58 അല്ലേ? ഓക്കെ. അത് എന്താ പറയുക, വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ് കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടില്ല, പക്ഷേ കമ്പനി സീറ്റാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ടയറും ഏകദേശം ഒരു ആവറേജ് ടയർ അല്ലേ? ഓക്കെ. സെക്കൻഡ് ടയർ ഇട്ടിട്ട് അതൊരു പകുതി ഓടിയ പോലെയാണ് കാണുന്നത്. ഒരു റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. 25 സുഖമായിട്ട് കിട്ടുമല്ലേ മൈലേജ്? എന്തായാലും 20-ന് മേലെ കിട്ടൂലേ പെട്രോളിൽ അല്ലേ? പിന്നെ 2 സിലിണ്ടർ എഞ്ചിനാണ്. ഒരു സിലിണ്ടർ കുറവായതുകൊണ്ട് പണിയും കുറയുമായിരിക്കും വിചാരിക്കാം അല്ലേ? ഇത് വലിയ വീട്ടിലൊക്കെ ഉണ്ട്, വണ്ടികളുണ്ട്. വലിയ ഫോർച്യൂണറുള്ള വീട്ടിലൊക്കെ മീൻ വാങ്ങാൻ പോകാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതെ. എന്ത് വിലക്ക് എടുക്കാം? 1,20 സെയിം റേറ്റ് അല്ലേ? 15-ൽ 2 നാനോ ഉണ്ട്, 1,20. 2 ഒരേ റേറ്റ് ആണ്, നോക്കിക്കോളൂ. അടുത്തത് ഇൻഡിക്ക വിസ്റ്റ ജെറ്റ് ആണ്, ഡീസൽ ആണ്. ഏതൊക്കെ മോഡല്? 2011 മോഡല്. 11 ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണല്ലോ അല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട്, അതാണ് കേട്ടോ കോമഡി. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോയേ ഉള്ളൂ. ഫുൾ ഓപ്ഷൻ അല്ലല്ലോ അല്ലേ? ചിലപ്പോൾ വല്ല ഓപ്ഷനിലായിട്ടാണ് പണ്ട് കൊടുത്തായിരിക്കും. പവർ വിൻഡോ 2 ഡോറേ ഉള്ളൂ, പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് കേട്ടോ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 90,000 ഓടിയ നല്ല അസല് നല്ല ഇഞ്ചൻ. അതെ. നമ്മൾ മോഡൽ ഏതാ? 11 അല്ലേ? അപ്പോൾ എന്തായാലും പേപ്പർ 2 കൊല്ലത്തേക്ക് കൂടി ഉണ്ട്, അതും പേടിക്കണ്ട. നല്ല സീറ്റ് കവർ ഉണ്ട്. എന്തായാലും നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ന്യൂ ഷേപ്പാന്ന് ഞാൻ പറഞ്ഞു. അലോയ് വീൽസ് ഇല്ല, പക്ഷേ ടയർ ഒരു 80% ഉണ്ട് അല്ലേ? എത്രയ്ക്ക് കൊടുക്കുക? 1,45 കൊടുക്കാം. ഓക്കെ. അതായത് ബോഡി വെയിറ്റിന്റെയും ശരിക്കും ഇടിയൊന്നും ഒന്നുമല്ല. സ്വിഫ്റ്റിന്റെ ഇഞ്ചിനാണ് വരുന്നത്. സ്വിഫ്റ്റിന്റെ അല്ല, ശരിക്കും ഫിയറ്റിന്റെ എഞ്ചിൻ അല്ലേ? എല്ലാം ഒരേ സാധനമാണ്. പാർട്സ് ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ. പിന്നെ ബോഡി പാർട്സ് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ മെയിൻ്റെനൻസ് കുറയും എന്നർത്ഥം അല്ലേ? മൈലേജ് കിട്ടും. 20-ന്റെ അടുത്ത് കിട്ടും അല്ലേ? കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, നമുക്കറിയാം അതിന്റെ പഴയ ഷേപ്പാന്നേ ഉള്ളൂ. എന്തായാലും 1,45 അല്ലേ? 45 പറഞ്ഞത്. ഇതിനൊരു ഇൻഡിക്ക വിസ്റ്റ കൊണ്ടുപോകാം, പോർട്രാജെറ്റ്. ഞാൻ സെയിം എഞ്ചിൻ വരുന്ന ഒരു, ഇത് പെട്രോൾ ഡീസൽ സെയിം എഞ്ചിൻ വരുന്ന ഒരു സ്വിഫ്റ്റ്. നല്ല റെഡ് കളർ വണ്ടിയാട്ടോ. നല്ല വൃത്തിയുണ്ടല്ലോ. ടച്ചപ്പ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? ചെറിയ രീതിക്ക് അധികം അങ്ങനെ ടച്ചപ്പ് കയറിയില്ല. ചെറിയ പെയിന്റ് അടിക്കേണ്ടതുണ്ട്. അത് കാര്യം കസ്റ്റമറെ കാണിച്ചിട്ട് അടിക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചില്ല. അതെ. ഇത് മോഡൽ ഏതാ? 2017 മോഡൽ. 17 അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ നിങ്ങൾക്ക്, കാരണം മോഡൽ ഉണ്ട്, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് ഓട്ടം കൂടി ഞാൻ കേട്ടെ 75,000 കിലോമീറ്റർ ഓട്ടം. പെൻബൈന്റെ സർവീസ് കഴിഞ്ഞിട്ട് അതെ അല്ലേ? ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു VXI അല്ല VDI ആണെന്ന് തോന്നുന്നു. അല്ല, വീലിന്റെ ഒരു കുറവ് മാത്രമേ അപ്പോൾ ഇതിൽ കാണുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. പിന്നെ മെയിനായിട്ട് പറയുന്നത് അതിന്റെ കളറാട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. എന്താ വില വരിക? 5,10 കൊടുക്കാം. 5,10 കൊടുക്കാം. ഒരു 4 ലക്ഷം രൂപ ലോണും കിട്ടും. 17 വണ്ടിയാണ്. 17 ഡീസലാണ്, ലോ കിലോമീറ്റർ ആണ്. 5,10,000 രൂപ അല്ലേ? 17 i20 ഒക്കെ ആ ഒരു റേഞ്ചിൽ ഇപ്പോഴും വില ഉണ്ട് അല്ലേ? എന്തൊക്കെ പറഞ്ഞാൽ ഈ സാധനത്തിന്റെ ഒക്കെ മാർക്കറ്റ് ഒരിക്കലും കുറയില്ല. ഓക്കെ. ഇത് നിങ്ങൾ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനിയും കൂടുകയുള്ളൂ, ചിലപ്പോൾ കുറയുകയും ചെയ്യും കേട്ടോ. അല്ല, ചിലപ്പോൾ കുറയുകയും ചെയ്യുന്നു. 5,10 ഫൈനൽ പ്രൈസ് ആണ്. 4 ലക്ഷം രൂപ ലോൺ കിട്ടും. എന്തായാലും നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇനി ഇതും ടാറ്റേന്റെ ആണല്ലോ, ടാറ്റയുടെ ബോൾട്ട് അല്ലേ? അതായത് ശരിക്കും നമ്മുടെ ഇൻഡിക്കേന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് വേണേൽ പറയാം അല്ലേ? ഇതിലേക്ക് വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ക്വാളിറ്റി ഒന്നും കൂടി. അത് മാത്രമല്ല ഡിസൈനൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ടു അല്ലേ? ഓക്കെ. ഇത് ശരിക്കും മോഡൽ ഏതാ? 2015 മോഡൽ. 15 സിംഗിൾ ഓണർ, പെട്രോൾ ആണ്. 12 മുതൽ ഒരു 14 മൈലേജ് മാക്സിമം പ്രതീക്ഷിക്കാം അല്ലേ? കാരണം ബോഡി വെയിറ്റ് കൂടുതലുള്ള വണ്ടികളാകുമ്പോൾ കുറച്ചുകൂടി മൈലേജ് കുറയും സാധാരണ മറ്റേതിനെ അപേക്ഷിച്ച് അല്ലേ? പിന്നെ കംപ്ലൈന്റ് കുറവായിരിക്കും. ഫാമിലിക്കൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം.
15 എത്ര ഓട്ടം പറഞ്ഞത്? ഇത് 47,000 കിലോമീറ്റർ ഓട്ടം. അത്ര ഓടിയിട്ടുള്ളൂ. അതെ, ഇത് ഞാൻ ഇവിടെ എടുത്ത വണ്ടിയായിരുന്നു. അതെ അല്ലേ? എടുത്തപ്പോ ടയർ മാറാൻ വേണ്ടി പോയപ്പോ വേറൊരു വണ്ടി വന്നിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഇടിച്ചു. മേജർ അല്ല, അത് ഞാൻ പറയാണ്. ഷോറൂമിൽ തന്നെയല്ല പണിയെടുത്തുള്ള, പുറത്തുനിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത് ഈ ബോണ്ടൊക്കെ മാറിയതാ? ബോണ്ട് മാറിയിട്ടില്ല. ഇല്ല, പണിയെടുത്തോളൂ. പണിയെടുത്തതാ. ഈ 2 ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. അതായത് ഷോറൂം ഹിസ്റ്ററിയിൽ ഉണ്ടാവില്ല. ഇല്ല, ഹിസ്റ്ററിയിലില്ല. ഞാനത് പറയാൻ പറ്റും, എനിക്ക് ഇവിടുന്ന് വണ്ടി ഇടിച്ചിട്ടില്ല എന്ന് പറയാം, പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ട് പറയാം. നമുക്ക് കൊടുത്ത വണ്ടി 2,80,000 രൂപയാണ് ഇവിടെ സെയിലാക്കിയത് വണ്ടി. നമ്മൾ ഇങ്ങനെയുള്ള കാരണം നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2 ലക്ഷം രൂപ കൊടുക്കാം. 15 വണ്ടി. ഓക്കെ, അതായത് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ മൂപ്പര് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തരത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അറിയില്ല അല്ലേ? ഒന്നും അത് അത്രയും ക്ലീൻ ആയിട്ടാണ്. റീപെയിന്റ് പോലും അതിൻ്റെ അകത്ത് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്തായാലും 2 ലക്ഷം രൂപയ്ക്ക് 2015 ബോൾട്ട് പെട്രോൾ, 2 ഹെഡ്ലൈറ്റ് ഫുൾ ലോണും കിട്ടും. ഉറപ്പല്ലേ? 15 മോഡൽ ഉണ്ട്. ഇത് കുറെ ആയോ ഈ പണി തട്ടിയിട്ട്? ഏകദേശം ഒരു 8 മാസമായി. എനിക്ക് ഇപ്പോഴാണ് വണ്ടി കിട്ടിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ അവിടെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും പിന്നെ അങ്ങനെ ചോദിക്കാറ്, പിന്നെ പ്ലാസ്റ്റർ കിട്ടിയത് വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഹെഡ്ലൈറ്റ് ഒക്കെ പുതിയത് കിട്ടിയിട്ടാ? 15 മോഡൽ അല്ലല്ലോ, പുതിയ മോഡൽ ഹെഡ്ലൈറ്റ് കിട്ടിയില്ലേ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 2 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇനി ഇയോൺ ആണെങ്കിലോ? ഇയോൺ 2018 മോഡൽ. 18 18 എറാ പ്ലസ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ ഉണ്ടാവും. 75,000 ഓട്ടം, സിംഗിൾ ഓണർ. ഓക്കെ, 18 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ വണ്ടി അല്ലേ? മാക്സിമം ഫുൾ ലോൺ കിട്ടാൻ സാധ്യത ഉണ്ട്. നമ്മളെ വില പറഞ്ഞ 2.30 കൊടുക്കാം. 2.30 അല്ലേ? മറ്റേത് 15 ആയിരുന്നു. ഓട്ടം കുറവുള്ള കാരണമാണ് റേറ്റ് വരുന്നത്. 20 ഓടിയിട്ടുള്ളൂ അല്ലേ? 20. ഇത് 18 ആണ് കേട്ടോ. മോഡൽ കൂടും. പിന്നെ ലോ കിലോമീറ്റർ വേണമെങ്കിൽ മറ്റേത് എടുക്കാം. നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തോളാം. എല്ലാം ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഫൈനൽ പ്രൈസ് ആണ്, ഒന്നും കുറയാനില്ല. 2.30 അല്ലേ? ഓക്കെ, മാക്സിമം നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ല നല്ല വൃത്തിയുള്ള വണ്ടികൾ കാണുമ്പോൾ ആവശ്യമുള്ളവർ നോക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ? നമുക്ക് ചെറുവണ്ടിക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു, അത് കാരണം കുറച്ച് ചെറുവണ്ടി എടുത്താണ്. അത് ഇതിപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം പോകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ലേ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അത്ര എൻക്വയറീസ് വരാറുണ്ട്. എനിക്കാണെങ്കിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതായത് നല്ല വണ്ടി എന്നുള്ളതാണ് മെയിൻ സംഭവം. ഞാൻ എപ്പോഴും പറയും, കാരണം ലോ ബഡ്ജറ്റ് എന്ന് പറയുന്നതിലുപരി നിങ്ങളിപ്പോൾ ഒരു 10,000 രൂപ നോർമൽ മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വന്നാലും നല്ലത് എടുക്കുക. സമയലാഭം. പിന്നെ ചിലപ്പോൾ 10,000-ന് മേലെ പണി വന്നാൽ അത് സഹിക്കേണ്ടി വരും അല്ലേ? മേജർ വർക്കൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ പറഞ്ഞ കുറഞ്ഞത് നോക്കി എടുക്കുമ്പോൾ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ കുറച്ച് 10 രൂപ കൂടിയാലും നല്ലത് എടുക്കുക എപ്പോഴും. അപ്പൊ എന്നാലും നമ്മുടെ ബ്രോസ് യൂസ് ചേർത്തിൽ അല്ലേ? ഗുരുവായൂര് മമ്മിയൂര് LF കോളേജിന്റെ തൊട്ടടുത്തുള്ള ആ പമ്പിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ബ്രോസ് യൂസ് ചേർത്ത്. ഞാർക്കയിൽ സംശയം ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞാണ്, ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ലാസ്റ്റ് വണ്ടി സിവിക്. ലാസ്റ്റ് വണ്ടി അല്ലാട്ടെ, ഇനി അടുത്തൊരു എപ്പിസോഡിൽ കുറേ എണ്ണം നിങ്ങളൊരു 10-14 കാണിക്കാണ്ട് കുറച്ച് വലുതാന്നേ ഉള്ളൂ, കുറച്ച് റേറ്റ് കൂടുന്നതാന്നേ ഉള്ളൂ. സിവിക് ഒറിജിനൽ കേരളയാ? ഇത് ചെന്നൈ വണ്ടിയാണ്. തമിഴ്നാട്. അവിടുത്തെ ഫസ്റ്റ് ഓണർ തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തില്ല. അവിടെ വല്ല ജോലി ചെയ്തപ്പോ പോകുന്നതാണ്. ഇപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഓണർ ആണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡല് 2008. അത് അത്രേ ഓടുള്ളൂ, കാരണം പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 8-10 മാക്സിമം മൈലേജ് പ്രതീക്ഷ മതി. ഹൈവേയിൽ മാത്രം കിട്ടുന്ന ആള് പറഞ്ഞു, എനിക്ക് അറിയില്ല കേട്ടോ. ഹൈവേയിലായിരിക്കും, ചെന്നൈയിലുള്ള ഹൈവേയിലാവും കിട്ടുന്നുണ്ടാവും. അത് അവിടെ 10-ന്റെ ഉള്ളിലൊക്കെ പ്രതീക്ഷ അത്രേ ഉള്ളൂ. ഒരു കാരണവശാലും മേലെ കിട്ടൂല. പക്ഷെ കംഫർട്ട് എന്ന് പറഞ്ഞാലല്ലേ, അതൊരു 1.5 കംഫർട്ട്. പയ്യന്മാർ കൊണ്ടുപോയോ കണ്ട പെട്ടെന്ന് കൊണ്ടുപോകും. അതെ. പിന്നെ മോഡിഫിക്കേഷന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഒന്ന് മടിക്കുന്നത്. പിന്നെ ഇത് വേറൊരു കാര്യങ്ങളെ കൊണ്ടാണ് 2008 ഓട്ടോമാറ്റിക്കലി പാഡൽ ഷിഫ്റ്റേഴ്സ് അടക്കം വന്ന വണ്ടി അല്ലേ? എല്ലാം പക്ക വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഓക്കെ, ഇന്ത്യയിലൊക്കെ നല്ല ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ബോഡി വൈസ് ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്കോ ബ്ലൂ ഒന്നും അല്ല കേട്ടോ. ഇതൊരു വയലറ്റ് അല്ലേ? ഒരു മെറ്റാലിക് വയലറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത് കളറ്. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ 2008 മോഡൽ. പേപ്പർ ഉണ്ടാവും ഇപ്പോൾ? പക്കയാണ്. എനിക്ക് തോന്നുന്നു 26 വരെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. സിവിക്ക് ഇനി വിലയും കൂടി കേൾക്കട്ടെ. വില നമുക്ക് 2.65 കൊടുക്കാം. 2.65. ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് ആരോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് 2.5 ലക്ഷം റുപ്യേനുള്ളിലുള്ള വണ്ടി ഉണ്ടോന്ന് ചോദിച്ചിട്ട്, ഓട്ടോമാറ്റിക് ഉണ്ടോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോളൂ. അതെ ബ്രോ 2.5 ലാഖിനുള്ളിലുള്ള ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട്, അത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും, ഞാൻ വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽ അയച്ചു തന്നേക്കാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ലോ ബഡ്ജറ്റിൽ എടുക്കാം. കാരണം ഈ പറഞ്ഞ റേറ്റിനുള്ളിൽ കിട്ടുന്ന ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാവും. വേറെ CVT തന്നെ കിട്ടുള്ളൂ. CVT തന്നെ കിട്ടുള്ളൂ, സത്യമാണ്. പിന്നുള്ളതൊക്കെ AT ഒക്കെ ആയിരിക്കും അല്ലേ? അതായത് ഹോണ്ടയിലാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണ്ട് ഓട്ടോമാറ്റിക് വണ്ടികൾ ഉള്ളത്. എന്താ WRV അങ്ങനെ ഏതൊക്കെ വണ്ടികളുണ്ടല്ലോ. പിന്നെ ഇതെന്തായാലും ഈ പറഞ്ഞ പോലെ മൈലേജ് കുറച്ച് കുറവാണ്, ഒരു കംപ്ലൈൻറ്റും വരില്ല, അത് പേടിക്കണ്ട. പിന്നെ 2.65 അല്ലേ? ഓക്കെ, എന്തായാലും അത് ഫൈനൽ പ്രൈസ് ആണ്, കുറയാനൊന്നുമില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ.
CVT ഓട്ടോമാറ്റിക് ആണ്, മറന്നു പോരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച വണ്ടികളുടെ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും വണ്ടീനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും, ഇൻക്ലൂഡിങ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ. ഫോൺ വിളിച്ച് എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിലൊന്നും അതെ. കുറെ കോളുകൾ ഇടയിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിസ്സായി പോകും. അതെ. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ നോക്കുന്ന വണ്ടി ഏതാണോ അത് ഇതിൻ്റെ അകത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അയച്ചു കൊടുക്കുക അല്ലേ, ഫുൾ ഡീറ്റെയിൽസ് തരാൻ പറയാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അയച്ചാൽ മതി. കാരണം ചിലർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പിന്നെ സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസും ഉണ്ടാകുന്നത്, അത് അത്രേ വിടുള്ളൂ. ഞാൻ അവരോട് പറയും എന്താണ് വേണ്ടത്, ഏതാ വേണ്ടത്, ഒരുപാട് വണ്ടി നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ അവർക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ രണ്ടാമത്തെ എപ്പിസോഡ് വരും. അത് കാണാൻ മറക്കേണ്ട. വലിയ കുറേ വണ്ടികളുണ്ട്, അത് ലോ ബഡ്ജറ്റിൽ അല്ലേ. എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.